ഈ കണക്ക് പഠിപ്പിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് ഒരു സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ അത് പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ വേറെ എല്ലാവർക്കും പഠിക്കാം. അതുകൊണ്ടാണ് കണക്കന്മാർ, ഗണികൻ എന്ന് പറയുന്ന കണക്കനായതും കണിയാനായതും. കണക്കാണ് അറിയാവുന്നത്. അൽഗോറിതം ആദ്യകാലത്ത് അൽഗോറിതമാണ് ഇവർ ഈ കണക്ക് ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. പൊതുവേ നമുക്ക് ഇങ്ങനെ ഈ മുറിക്കകത്തു നിന്ന് 4 വഴിയുണ്ട് എന്നുള്ളത് ആദ്യമേ ഇവനിങ് നോക്കുമ്പോൾ അവിടെ ഒരു വാതിലുണ്ട്, അവിടെ ഒരു വാതിലുണ്ട്, അവിടെ ഒരു വാതിലുണ്ട്. അപ്പോൾ ഈ 4 വഴിയെ പറ്റി പറയാൻ പറ്റും. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചില മുറിക്കകത്താണെങ്കിൽ ഒരൊറ്റ വാതിലേ കാണത്തുള്ളൂ. അപ്പോൾ അതൊന്നും ഒരു തെറ്റില്ലാതെ പറയുന്ന പോലെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് വളരെ സങ്കീർണമാകും. അപ്പോൾ വർക്ക് ചെയ്യത്തില്ല. അതുവരെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഈ കണക്കിന്റെ അൽഗോരിതത്തിന്റെ വർക്ക് അതാ. ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവനും അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഗിവൺ ഇൻഫർമേഷൻ, കുറച്ച് ഇൻഫർമേഷനും ഉണ്ടാകും, ബാക്കി കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കൊക്കെ ആയിരുന്നു. അത് ഒരു ചെറിയ വിഭാഗത്തിന്റെ കുത്തകയാക്കി മാറ്റിയാണ് അവരത് നിർത്തിയിരുന്നത്. അങ്ങനെയാണ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായത്. തെറ്റായിട്ടുണ്ടായെന്ന് പറയുന്നത് ഒരു ഗോത്രത്തിനെ വേറൊരു ഗോത്രം പിടിച്ചു കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അടിമ സമ്പ്രദായം. അപ്പോഴാണ് തട്ടുണ്ടായത്. മേല് തട്ട്, താഴ്ത്തട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങൾ രൂപപ്പെട്ടത് ഈ തട്ട് ഇതിനെ നിലനിർത്താൻ വേണ്ടി കുട്ടിക്കാലത്തെ പഠിപ്പിച്ചാൽ അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് വിദ്യാഭ്യാസമായിട്ട് പണ്ട് കാലത്തെ വിദ്യാഭ്യാസം. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സെമിനാരി പഠിപ്പിക്കുന്നതായാലും ശരി, മദ്രസ പഠിപ്പിക്കുന്ന മുഴുവനും ഈ മേല് കീഴിലുള്ള മൂല്യബോധം പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് അവിടെ ചെയ്തിരുന്നത്. കുട്ടി ഇപ്പൊ ഇയാളെ പിടിച്ചോണ്ട് പോവുകയാണെന്ന് വെച്ചാൽ ഇയാൾ കീഴടങ്ങത്തില്ല. ഇയാളെ പേടിപ്പിച്ച് നിർത്താനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇയാളെ നോക്കാൻ ആള് നിർത്തണം. പക്ഷെ കുട്ടിക്കാലത്തെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാലനുസരിച്ച് വിസിലടിച്ചാൽ മതി, ഉടനെ തന്നെ ഫാളിൻലായി ആവും. ഇതിനാണ് കുട്ടിക്കാലത്ത് തുടങ്ങിയത്. അതാണ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ഈ പണ്ട് കാലത്തെ വിദ്യാഭ്യാസം, ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഈ തട്ട് സമൂഹത്തിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റൂ എന്നുള്ളത് അവർക്ക് എന്നാൽ കാലേല ചങ്ങല, ആന്തരിക ചങ്ങലയാക്കുക എന്ന് പറയുന്നതാണ് അന്നത്തെ വിദ്യാഭ്യാസം. അതിനെയാണ് നമ്മൾ പിൽക്കാലത്ത് മതം എന്ന് പറയുന്നത്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കുട്ടിക്കാലത്ത് തൊട്ട് ഇത് പഠിപ്പിച്ച ഇയാൾ മലയാള ഭാഷ പറയുന്നത് ഇയാള് ഞാൻ കൊള്ളാവുന്ന ഭാഷയാണെന്ന് തിരഞ്ഞെടുത്തിട്ടാണ്. മലയാള ഭാഷയല്ല ഞാൻ ഈ പറയുന്ന ഇത് തന്നെ അടിമയാണെന്ന് ഇയാൾക്ക് അറിയാനൊക്കത്തില്ലടോ. താൻ ജനിച്ചത് ഇങ്ങനെയാണെന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചാക്കി. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. പറ്റാനൊക്കത്തില്ല. കാരണം ഞാൻ ഈ കുട്ടിക്കാലത്ത് കേൾക്കുന്നതല്ലേ, അമ്മയും അച്ഛനും നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. വീട്ടിലെന്തുവാ പഠിപ്പിക്കുന്നത്? അനുസരണയാണ് പഠിപ്പിക്കുന്നത്. പറഞ്ഞാൽ അനുസരിക്കണം. ടു ഡു ആൻഡ് ഡൈ, നോട്ട് ടു ആസ്ക് വൈ എന്നാണ് അതിൻ്റെ ഇത്. എന്നാൽ പറഞ്ഞതങ്ങ് അനുസരിച്ച്, അത് മരിച്ചാലും വേണ്ടില്ല അത് ചെയ്യണം. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചേക്കരുത്. അതായിരുന്നു മൂല്യം. അതാണ് എൻ്റെ അർത്ഥം. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കേണ്ട മറുപടി ഇതാണ്, ഇത് ഇങ്ങനെയാണ്. അത് ഇങ്ങനെ ദൈവം ഇങ്ങനെയാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കാലയെന്നുണ്ടാക്കിയവനും തുടയെന്നുണ്ടാക്കിയവനും തോളയെന്നുണ്ടാക്കിയവനും വായിന്നുണ്ടാക്കിയവനൊക്കെ ആയിട്ട് മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ദൈവത്തിനെ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെയായിരുന്നു ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ സമൂഹങ്ങളിലും ഈ ഹെയറാർക്കി പഠിപ്പിക്കുന്നിടത്ത് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്തമില്ല. ഞാൻ എൻ്റെ കുഴപ്പമാണോ നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? ഇതാണ് ചോദ്യം. കൈയെടുത്ത് നമുക്ക് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് നിനക്ക് സ്വധർമ്മം എന്നാ പഠിപ്പിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച തരത്തിൽ ജീവിക്കണം. ഇതാണ് ഈ പഠിപ്പിക്കുന്ന മുഴുവൻ. അങ്ങനെ പഠിപ്പിച്ച് കുട്ടിക്കാലം തൊട്ട് പരിശീലിപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അനുസരണയോടെ അങ്ങനെ. അതാണ് ടെക്കിന്ന് ഇയാൾ പറയുന്ന സാധനമല്ല, ഇങ്ങനെ ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ബ്രോയിലർ ചിക്കനാണ്. ഒരു 2 അടി ഇച്ചിരി കൂടുതൽ കൊടുക്കും, അപ്പൊ നന്നായിട്ട് പ്രശ്നം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ വിഷയം. അങ്ങനെയായിരുന്നു. എങ്ങനെയായത് വന്നത്? ബ്രോയിലർ ചിക്കനാണ്. ശരിക്കും നോക്കിയാൽ മതി, അതേ കള്ളി തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കൃത്യമായിട്ട് എത്ര മുട്ട ഇടണം എന്നുള്ള കാര്യമാണ്. അതിനുള്ള എല്ലാ പണിയും ചെയ്യും. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഫാക്ടറിക്കകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള, നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ ജാതി സമ്പ്രദായം നമ്മൾ പറയുന്ന മുഴുവൻ ഇങ്ങനെ പഠിപ്പിച്ചാൽ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഗോത്രം നമ്പർ കൂടുമ്പോൾ 2 ആകും, വീണ്ടും നമ്പർ കൂടുമ്പോൾ 4 ആകും. അങ്ങനെ ലോകം മുഴുവനും കൂടെ മനുഷ്യർ പിരിഞ്ഞ് പോപ്പുലേറ്റ് ചെയ്യപ്പെട്ടതേ ഉള്ളൂ. അല്ലാതെ ആരും മേളിലും കീഴിലുമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ മേള് കീഴൊക്കെ ഈ കൃഷി സമൂഹത്തിനകത്തെ വാല്യൂസിനകത്തോടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ്. അത് പഠിപ്പിച്ചുറപ്പിക്കുന്നതാണ്.
അങ്ങനെ അത് ഇത് ഒരിക്കലും അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതങ്ങനെ കണ്ടു തുടങ്ങുമ്പോഴേ പിന്നെ നമുക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അവിടെയാണ് നമുക്ക് റെസിസ്റ്റൻസും രൂപപ്പെടുന്നത്. ഇത് പലരും പല തട്ടിലുള്ളവരും ഒന്നിച്ചു കൂടിയ ഒരു ചരിത്രം ഉണ്ടായത് ഫാക്ടറി വന്നപ്പോഴാണ്. ആദ്യം ഈ ഫാക്ടറിയിലുള്ള അറിവ് വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോഴാണ് പബ്ലിക് സ്കൂൾ തുടങ്ങി. അപ്പോൾ ആദ്യം ഈ ആളുകളെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നാലേ പറ്റുള്ളൂ. പലയിടത്തു നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് പൊതുപ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായത്. എടാ, എൻ്റെ പ്രശ്നം മാത്രമല്ല നിൻ്റെ പ്രശ്നവും ഇത് തന്നെയാണ് എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു 5000-6000 വർഷമായിട്ട് സിസ്റ്റമായിട്ട് ഹെറാർക്കിക്കലായിട്ട് ജീവിച്ചിട്ടിരുന്ന മനുഷ്യർക്ക് അത് ബ്രേക്ക് ചെയ്യാൻ ബാധ്യത വന്നു. കാരണം ഇവരെ ഒന്നിച്ച് ഈ ഫാക്ടറി കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തപ്പം പൊതു പ്രശ്നമുണ്ടെന്നും നമ്മുടെ പ്രശ്നമുണ്ടെന്നൊക്കെ കണ്ടത്. അതുവരെ എൻ്റെ പ്രശ്നമായിട്ട് മാത്രമായിരുന്നു. അതിനെയാണ് വീണ്ടും ഇപ്പൊ രണ്ടാമത് എൻ്റെ പ്രശ്നമാക്കി മാറ്റിയത്. അങ്ങനെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന സമയത്താണ് സംഘടിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ രാജാക്കന്മാരെല്ലാം മാറ്റിയാലേ രക്ഷയുള്ളെന്നൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ മാറ്റിയിട്ടാണ് സംഘടിത. കാരണം ഇവര് തന്നെ ജോലി ചെയ്യുന്നവർ കാരണമാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. മറ്റേ അങ്ങനെയല്ല, അവര് ദാനം തരുന്നത് കാരണം കൊണ്ട് ഭൂമി രാജാവിൻ്റെതാണെന്ന്, ഭൂപാലൻ എന്നാ പറയുന്നത്. രാജാവിൻ്റെതാണ് ഭൂമി എന്നാണ്. അല്ല, ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളാണ് നമ്മളെല്ലാം, അല്ലാതെ ആരുടെയെങ്കിലും ആണ്. അത് പ്രമാണമൊക്കെ പുള്ളി എഴുതി തന്നു. അങ്ങനെയാണ് നമ്മൾ അത് പിടിച്ച് നടക്കുക. എപ്പോഴും ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതല്ലാതെ നമുക്ക് ഇങ്ങനെ ഈ ഭൂമി വിൽക്കാനും വാങ്ങാനും ഒക്കെ പറ്റുമോ? മനുഷ്യർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ. മനുഷ്യർക്ക് മാത്രമാണല്ലോ അങ്ങനെ പറ്റുന്നത്. അതാ മനുഷ്യർ ഇങ്ങനെ ഉണ്ടാക്കി, മനുഷ്യരെ ഈ സിസ്റ്റം ഇങ്ങനെ പഠിപ്പിച്ചു. മനുഷ്യൻ അങ്ങനെ അതിന് വേറെ ഇതൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് അത് ഈ വിഷയത്തിനകത്ത് അപ്പുറത്ത് ഞാൻ പോയി പറയേണ്ടി വരും. അതെങ്ങനെയാണ് അല്ല, ജീവന്റെ രൂപീകരണം തൊട്ട് പറയേണ്ടി വരും. അതൊക്കെയാണ് ഞാൻ മറ്റേ അടുത്ത പുസ്തകത്തിൽ പറയുന്നത്. അത്രയും പറഞ്ഞാലേ നമുക്ക് എങ്ങനെ നമ്മൾ ഇങ്ങനെ ആയി എന്ന് പറയാം. മാനിപ്പുലേറ്റ് ചെയ്യാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അല്ല, പല ജീവികൾക്കും. പിന്നെ ഈ അത് നമ്മളെ പറ്റി അത്ര അറിയുന്നുള്ളതേ ഉള്ളൂ. മിടുക്കരാണ്ട് അപ്പുറത്ത്. തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. ജീവനെ പറ്റി പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ. പൂക്കള് എങ്ങനെ ഉണ്ടായി, പൂവൊക്കെ ഉണ്ടായത് എങ്ങനെയാ? ചെടികൾ അതിന്റെ വേരിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പേട്ട് ജീവികൾ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. അവന്മാരെല്ലാം ഇലയെല്ലാം പറിച്ച് തിന്നുകയും ചെയ്യുന്നു. ആ പട കുഴഞ്ഞ് അപ്പോഴേ ഇവന്മാരെ കൊണ്ട് വല്ല പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ്. പൂവിനറ്റത്ത് ഒരു ഇച്ചിരി ദയം വെച്ച ഇവന്മാരെ കൊണ്ട് പരാഗണം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കണ്ടുപിടിച്ച മിടുക്കന്മാരാണ് ഇവിടെ ഈ ചെടികളല്ല. അവര് അരി ദൂരോട്ട് ഇടാനായിട്ട് ഒരു വെക്കാനസം ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവന്മാരൊക്കെ വരുന്നത്. അപ്പോഴാണ് ഇച്ചിരി പഴം അതിന്റെ അറ്റത്ത് ഒരു ഒട്ടിച്ചു വെച്ചാൽ അത് തിന്നിട്ട് വല്ലയിടത്ത് കൊണ്ടുപോയി കളയുന്നത്. ഇയാൾ ഈ ജീവനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യന്മാരെ പറ്റി ഇങ്ങനൊന്നും പറയാൻ പറ്റുന്നില്ല. വലിയ കുഴപ്പമില്ലാത്തവരാ നമ്മള്. ഒരു രക്ഷയില്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സൂപ്പർ പവർ പോലെ ക്വാളിറ്റി. നമ്മളെ ഒന്നിനെ തിന്നാൻ ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്. ആഹരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഇത് ബാക്ടീരിയയുടെ കാലത്ത് തുടങ്ങിയതാണ്. അതുവരെ നമ്മൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ഭൂമിയിലുള്ള കെമിസ്ട്രിക്കകത്തൊന്നും ജീവിച്ചോണ്ടിരുന്നതാണ്. 100-300 കോടി വർഷം ഓടിയതിന് ശേഷമാണ് ഒരുത്തന് ഈ അപ്പുറത്തിരിക്കുന്നതിനെ തിന്ന എളുപ്പമാണെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടായത്. ഇതൊക്കെ പറയാം 55 കോടി വർഷം മുമ്പാണ് ഈ പണി ആരംഭിക്കുന്നത്. പണി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഇതുവരെ പണിയെടുത്തേക്കുന്നത്. മനുഷ്യൻ ഇതിനറ്റത്ത് എത്തിയിട്ടേ ഉള്ളൂ. അത്ര മിടുക്കരൊന്നും അല്ല. നമ്മൾ ഇയാൾ ബാക്ടീരിയക്ക് ചിരി വരും നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ. 100-300 കോടി വർഷത്തെ അനുഭവ പരിചയമായിട്ട് അവരിയ്ക്കുന്നത്. അവരിങ്ങനെ നോക്കി വെച്ചിരുന്നു ഇളനാ കടിയറിയത്തില്ല എന്ന് പറയുന്ന ലൈനിലാണ് അവർ ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ കുടുംബം മുഴുവനും കൂടെ എടുത്താലും ഒരു 20 ലക്ഷം വർഷമേ ഉള്ളൂ. പിന്നെ ഹോമോ അല്ലാത്തതിനെയും കൂടെ ചേർത്തായ പോലും ഒക്കെ ഒരു 50 ലക്ഷത്തിനകത്ത് പോകും. ഇത് 300 കോടിയൊക്കെ കഴിഞ്ഞ പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നെളിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ലൈനിലായിരിക്കും നമ്മളെ കാണുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ. അത് ജീവനെ പറ്റി പഠിച്ചാൽ വേറൊരു വിഷയമായതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ മാത്രമാണ് ഇങ്ങനെ നമുക്ക് വിചാരിക്കരുത്. അങ്ങനല്ല. ഭയങ്കര പ്രോഗ്രസ് ആണല്ലോ. പക്ഷേ അല്ല, പ്രോഗ്രസ് അല്ല, കോംപ്ലക്സ് ആണ്. നമ്മൾ ഈ പുരോഗമനം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ലോകത്ത് നമ്മൾ എവല്യൂഷനകത്തെ ഏറ്റവും ഉയർന്ന ജീവിയാണ്. കാർമാസ് പോലും അങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മനസ്സിലായിട്ടേ ഇല്ല. ഈ എവല്യൂഷൻ മനസ്സിലാക്കാതെ ജീവിതത്തിനെ പറ്റിയോ ജീവനെ പറ്റിയോ മനസ്സിലാകത്തില്ല. അത് നമ്മളങ്ങനെ അറിയണം. ഒരു മരം പോലെ ജീവന്റെ മരം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ
അതിനകത്തെ ഓരോ ശാഖയുടെ തുമ്പാണ് നമ്മൾ. അത്രേ ഉള്ളൂ. ഒരു ശാഖയുടെ തുമ്പത്താണ് നമ്മളിരിക്കുന്നത്. ഈ കാണുന്ന ചെടികളെല്ലാം ഓരോ തുമ്പ. അല്ല, ഇത് പ്രിമിറ്റീവ് ആണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. എവല്യൂഷൻ അങ്ങനല്ല. ഓരോ ശാഖയുടെയും തുമ്പാണ് ഈ ഇപ്പോൾ ഉള്ള ബാക്ടീരിയയും ഏറ്റവും ആധുനികമായ ബാക്ടീരിയയാണ്. ഇപ്പോൾ ഉള്ള വിട്ടിൽ ഏറ്റവും ആധുനികമായ വിട്ടിലാണ്. ഇപ്പോൾ ഉള്ള ചെടികൾ ഏറ്റവും ആധുനികമായ ചെടികൾ. അങ്ങനെയാണ്. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ എപ്പക്സ് ഓഫ് എവല്യൂഷൻ എന്ന് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ. അത് ഈ പുരോഗമനവാദികളായിരിക്കുന്ന കാലത്തായിരുന്നു നമ്മൾ ഈ എവല്യൂഷൻ ഡാർവിൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചാടി വീണ് ദൈവത്തിന് പകരം പ്രകൃതി തന്നെയാണിത് ഇങ്ങനെ നമ്മളെ പുരോഗമനം, നമ്മളെ സ്പെഷ്യലാക്കി ഉണ്ടായി. അങ്ങനെ നമ്മൾ സ്പെഷ്യലാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കേണ്ടി നമ്മൾ ഈ ഇങ്ങനെ ഈ പെരയൊക്കെ കണ്ടുപിടിച്ച് ഈ ഫാനൊക്കെ കണ്ടുപിടിച്ച് ക്യാമറയൊക്കെ കണ്ടുപിടിച്ച് കാരണം കൊണ്ട് ഈച്ചയ്ക്ക് ഇത് വേണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈച്ചയ്ക്ക് എന്ത് ആവശ്യമായത്? ഈച്ചകൾക്ക് ഇത് കാണുമ്പോൾ ചിരി വരും. നമ്മളിപ്പോൾ നല്ല പെരക്കകത്ത് വെയിൽ കൊള്ളാതെ മഴ നനയാതെ ഇരിക്കുന്നതല്ലേ, ഭൂമി ഒന്ന് കുലുങ്ങട്ടെ, അപ്പൊ എന്ത് ചെയ്യും? ഓടി പുറത്തിറങ്ങും. ഈ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന പെരക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങും എന്നുള്ള കാര്യം അറിയണം. അപ്പം ബാക്കി ഈച്ച ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് അവന്റെ നേരത്തെ അവന്റെ ഒരു ഇരിപ്പ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈച്ച ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് നമ്മൾ ഈ വെയിൽ ഇതെല്ലാം കിട്ടത്തില്ലേ, ഈ വാതിലെല്ലാം നെറ്റൊക്കെ ഇടത്തില്ലേ ഈച്ച കയറാതിരിക്കാൻ. ഈച്ച ആകെ എങ്ങനെ അകത്ത് കയറുന്നേ? നമ്മളിതെല്ലാം അടച്ചു വെച്ചിട്ട് വരുമ്പോൾ കാണാൻ മേശപ്പുറത്തിരിക്കും. ഈച്ച ഇത് തുറക്കാതെ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് ഈച്ചക്കറിയാം. ഈച്ച ആകെ ചെയ്യുന്ന തോളെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ അകത്ത് കയറും. നമ്മൾ എന്നിട്ട് പിന്നെ വടി കൊണ്ട് നടക്കുകയാണ്. ഇത് എവിടെ കൂടെ കയറി വരുന്നെന്ന് നമുക്കകത്ത് കയറണ്ടേ? നമുക്ക് ഇത് തുറന്നാലല്ലേ പറ്റുള്ളൂ. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ജീവനെ പറ്റി നമ്മളെ പറ്റി ഒരു വിവരവും ഇല്ലാതാണ് ഈ ലോകത്തിനെ പറ്റി ആൾക്കാർ ഈ സങ്കല്പിച്ച് കൂട്ടിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. സത്യം. ഇത് ഈ നേരത്തെ പറഞ്ഞ രാജാക്കന്മാരെ പറ്റി പറയുന്ന പോലെയാണ് നമ്മൾ എന്തോ രാജാക്കന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സ്പെഷ്യൽ. അത് മാത്രമല്ല, മനുഷ്യരുടെ ഇടയിൽ നമ്മൾ സ്പെഷ്യലാണെന്ന് ഓരോ ഗോത്രവും വിചാരിക്കും. എന്നിട്ട് എല്ലാ ഗോത്രത്തിനും സ്വന്തം ദൈവമുണ്ട്. ഞങ്ങൾ മാത്രം പക്ഷേ നമ്മളാണ് നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു സ്പെഷ്യൽ, അങ്ങനെ ചോസൺ ഫ്യൂ എന്നൊക്കെ പറയുന്ന ഈ കഥയൊക്കെ ലോകം മുഴുവൻ ഉണ്ടാക്കി അങ്ങനെയാണ്. എല്ലാ ഗോത്രവും വിചാരിക്കുന്നത് അവരാണ് സ്പെഷ്യൽ എന്ന്. അവരെ പോലെ വേറെ ആരും. അതുകൊണ്ടാണ് നമുക്ക് ഈ ജാതി പറഞ്ഞാൽ മനസ്സിലാകാതെ കാര്യം. അടിച്ചമർത്തൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ അവർ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് പോയി എന്നുള്ളതല്ലാതെ അവരാരും സ്പെഷ്യൽ അല്ലെന്ന് അവർ വിചാരിക്കുന്നില്ല. അവർ സ്പെഷ്യൽ ആണെന്നാണ് വിചാരിക്കുന്നത്. അവര് വേറെ ആരെയും അതിനകത്ത് കേട്ടത്തില്ല. ശരിയാണല്ലോ. അതാണ് നമ്മൾ കേട്ടില്ലേ ഇപ്പൊ ദളിതർ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ഗോത്രത്തിനകത്ത് അവർ തമ്മിൽ ചേരാത്തവരാണ്. അത് മനുഷ്യർ മുഴുവൻ അങ്ങനെയാണ്. അവരവിടെ സ്പെഷ്യലാണ്. അവർക്ക് എല്ലാവരും സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്നതാണ് മനുഷ്യർ. ഓരോ ഗോത്രം സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്നത്. സ്വന്തം ദൈവമുള്ളവരായിരുന്നു, കുലദൈവമുള്ളവരായിരുന്നു, സ്വന്തം ദൈവത്തിനെ ആരാധിക്കുന്നവരാണ്. അതിനെല്ലാം കൂടെ പിന്നെ കൂട്ടിക്കെട്ടിയാണ് ഈ അവതാര കഥയൊക്കെ ഉണ്ടാക്കി വകയിലാണ് ഇവന്മാർ ഇത് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രധാന ദൈവവും ഉപദൈവങ്ങളും ഒക്കെ ഉണ്ടായത്. തീരെ മനസ്സിലാവാത്തൊരു ഏരിയ ആണല്ലോ. അതൊക്കെ ഈ ഏരിയ ഒക്കെ മനസ്സിലാക്കാതെ സത്യത്തിൽ നമ്മുടെ ജീവിതവും ലോകവും ഒന്നും നമുക്ക് മനസ്സിലാകില്ല. ആ ഏരിയ നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലെന്നോ അല്ലെ? ഈ ദൈവങ്ങളുടെ ഏരിയ അതെല്ലാം അറിയണം. എങ്ങനെ ഇത് മനുഷ്യന്റെ ചരിത്രം എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് പഠിക്കാൻ അത് വേണം. ഇല്ലാതെ പറ്റത്തില്ല. അത് മനസ്സിലാക്കാൻ പറ്റില്ല. കുറെ കഥകൾ കോപ്പിയാണ്. ഇയാള് നേരത്തെ ആൽഫാമെയിലിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ? അത് ഇങ്ങനെ പഠിച്ചു വരുന്ന കാണുമ്പോ ഒറ്റയടിക്ക് ശരിയാണെന്ന് തോന്നും. അങ്ങനെയല്ല. അത് നമ്മൾ ഈ പറയുന്ന തരത്തിൽ ആ തരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനുഷ്യർ അങ്ങോട്ട് ആരോപിച്ച് കണ്ടതാ. ഇപ്പൊ സിൽവർ ബാക്ക് ഗൊറില്ലാക്കകത്തിരിക്കും. അയാൾ ആ സിൽവർ ബാക്ക് ആയിട്ട് ഇരിക്കുന്നതും വേറെ സിൽവർ ബാക്ക് വന്ന് അമ്മലടിച്ച് അവർ ചാകുമ്പോൾ അതിലൊരുത്തം പിന്നെ അവിടെ ഇരിക്കുക. പ്രസവിക്കാനായിട്ട് ഇയാളെ വേണം എന്ന് ഈ പെണ്ണുങ്ങൾക്ക് അറിയാവുന്ന കാരണം കൊണ്ട് അയാളോട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും എന്നുള്ളതല്ലാതെ വേറെ അയാളുടെ പെണ്ണുങ്ങളല്ലിത്. എല്ലാ പെണ്ണുങ്ങളെയും കാവലിട്ട് നിർത്തി എന്താണ് കാസ്ട്രേറ്റ് ചെയ്ത കിണങ്ങാമണിയെല്ലാം ചെത്തിയ പുരുഷന്മാരെ നിർത്തിയായിരുന്നു രാജാക്കന്മാർ ഈ പെണ്ണുങ്ങളെ നിർത്തിയിരുന്നത്. അല്ലാതെ അന്തപുരത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാതാക്കി ബലം കൊണ്ട് ചെയ്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ കാവലിന് ആളെ നിർത്തിയിട്ടല്ലേ ചെയ്യുന്നേ. എത്ര തരത്തിൽ ചെയ്തിട്ടാണ് അല്ല സ്ത്രീകൾ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുവോ? കൂട്ടിലിട്ടവരാണ് അത് മുഴുവനും. ഭാര്യമാര് അങ്ങനെയല്ലേ? ഭാര്യ അന്തർജനം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി പുരുഷന്മാർ പരസ്പരം അടിച്ച് ചാകാനുള്ള ബലം മറ്റു പലതിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് വഴിയാണ് ഈ പെണ്ണുങ്ങളെ അടിക്കുന്നവരായി മാറിയത്. മറ്റേ പെണ്ണുങ്ങളെ ഇണക്കത്തേ ഉള്ളൂ. അല്ല പെണ്ണുങ്ങളെ ബലപ്രയോഗം ചെയ്യത്തില്ലായിരുന്നു.
പുരുഷന്മാർ സ്ത്രീകളുടെ മേളിൽ ബലപ്രയോഗം ചെയ്യുന്നത് ഇതേപോലൊരു പ്രശ്നമാണ്, ഇതുപോലെ രൂപപ്പെട്ടതാണ്. അല്ലാതെ മറ്റേ ലോകത്ത് ബലമുള്ള, ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇത്രയും ബലമുള്ള ഗൊറില്ല അതിന്റെ പെണ്ണുങ്ങളെ ഒന്നും ഉപദ്രവിക്കത്തില്ല. അതിനകത്ത് ബല അവിടെ പോയിട്ട് പല സാധനമൊക്കെ കൊടുക്കുന്നു. ഇയാൾ പറഞ്ഞ ഇറച്ചിയായിട്ട് വരത്തില്ലേ എന്ന് പറയുന്നത്, ഇറച്ചിയൊക്കെ കൊടുത്ത് ഇണക്കണം. ബലം നടക്കില്ല. ആ പാട്ടൊക്കെ പാടുന്ന മുഴുവൻ ആണുങ്ങളാ, ഡാൻസ് ചെയ്യുന്ന മുഴുവൻ ആണുങ്ങളാ, മയില് എല്ലാ മയിലൊക്കെ ഇയാൾക്ക് അറിയുന്നതാണ്. പാട്ട് മുഴുവൻ കിളി എങ്ങനെയാണ് പാട്ട്. പെണ്ണുങ്ങൾ ഒരു പെണ്ണുങ്ങളും പാട്ട് പാടത്തില്ല, അവർക്ക് ആവശ്യമേ ഇല്ല. കാരണം അവരുടെ മുട്ട എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. ബീജം അങ്ങനെയല്ല, കോടിക്കണക്കിനാണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇത് എങ്ങനെയാണ് ബയോളജി പഠിക്കാതെ, ഈ ലോകത്തിന് അത് എവല്യൂഷൻ മനസ്സിലാക്കാതെ ഇതൊന്നും മനസ്സിലാകുകയില്ല. ഇതൊന്നും പഠിപ്പിക്കാതെ അത് അതല്ല, അത് അറിഞ്ഞുകൂടാത്ത. പണ്ട് കാലത്ത് ഇത് അറിഞ്ഞുകൂടാ. അതിനോടൊപ്പം പിന്നെ പഠിപ്പിക്കുന്നത് മുഴുവനും ഹെയറാർക്കി എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമാണ് ഉണ്ടാക്കിയത്. ഈ ലോകം എങ്ങനെ ഉണ്ടായെന്നൊന്നും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് ഏതോ ഒരു കോന്തൻ ഉണ്ടായെന്ന് കണ്ടുപിടിക്കേണ്ടിയുണ്ട്, അല്ല വേറെ വഴിയില്ല. അതുകൊണ്ട് പറയുന്ന ഉണ്ടാക്കിയതാണെന്ന് കണ്ടുപിടിച്ചതാണ് മനുഷ്യന്റെ വലിയൊരു കണ്ടുപിടുത്തമാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആദ്യമായിട്ടൊരു കല്ലുളി അതിനെ ഉരച്ച് ഷാർപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ വായ്ത്തല ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കും. അതുവരെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മളൊരു കല്ലെടുത്ത് ഒരു നട്ട് ഒരു കുരു ഇടിച്ചു പൊട്ടിക്കും, അത് കുരങ്ങും ചെയ്യും, അത് ഉപകരണമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ട്രാൻസ്ഫോം ചെയ്യുക, അതിന് രൂപമാറ്റം വരുത്തുന്ന പ്രവൃത്തി മനുഷ്യൻ ആരംഭിക്കുന്നത് ഒരു 50,000 വർഷത്തിനകത്താണ്. അന്ന് തൊട്ടാണ് ഇതാരാടാ ഇതിങ്ങനെ ആക്കിയത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഇതാരാ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു പോയി. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അത് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് നമ്മൾ ഈ കസേര ഉണ്ടാക്കിയത്, മേശ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറയുന്നതിനകത്തൂടെ ഒക്കെ അപ്പോൾ ഇന്ന ആളാണ് ഉണ്ടാക്കിയത്, അത് ജോസഫാണ് ഉണ്ടാക്കിയത്, രാമനാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കൃഷ്ണനാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഉത്തരം പറഞ്ഞു വന്നപ്പോഴാണ് എല്ലാവരുടെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇതൊക്കെ ആരുടെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഇതാണ് കുടുങ്ങിപ്പോയി. ഇതൊക്കെ ആരാ അപ്പൊ ഉണ്ടാക്കിയതാണെന്ന് അങ്ങ് ബോധ്യമായി പോയായിരുന്നല്ലോ. നമ്മളിവിടെ ഉണ്ടാക്കി തുടങ്ങിയില്ലേ. നമ്മുടെ ഉണ്ടാക്കലിനകത്തു നിന്നാണ് ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയവനെ ഒരുത്തം വേണമെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുത്തനെ വെച്ചു. അയാൾ എങ്ങനെ ഉണ്ടാക്കി അത് ചോദിച്ചേക്കരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചു പോയാൽ ഉത്തരം പറയേണ്ടി വരും. അവിടെ പ്രശ്നമാകും. കാരണം ആരെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് കണ്ടുപിടിച്ചു പോയി നമ്മൾ. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഈ സത്യത്തിൽ ഇവിടെ ഉള്ളതിനെ എടുത്ത് രൂപമാറ്റം വരുത്തിയിട്ടേ ഉള്ളൂ. ഒരാൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഇടുന്നത് നമ്മുടെ കൗശലം, നമ്മുടെ ആശയം, നമ്മൾ ഏതെങ്ങനെ രൂപമാറ്റം നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു തടി എടുത്ത് അതിനെ രൂപമാറ്റം വരുത്തുക എന്നുള്ളത് മാത്രം, ട്രാൻസ്ഫോർമേഷനേ നടത്തുന്നുള്ളൂ, ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഈ ആൾക്കാർക്ക് അറിയാതെ പോയത്. ഇതുകൊണ്ടാണ് ഞാനിത് ഉള്ളതാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇതെന്തെന്ന് ഇയാൾ ഈ പറയുന്നതെന്ന് മനസ്സിലാകത്തേ ഇല്ല. പിന്നെ ഈ ഉണ്ടാക്കലുകാരനെ വെച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ. അങ്ങനെ ഉണ്ടാക്കിയതിൽ നിന്നുണ്ടാക്കിയവനെ കണ്ടുപിടിച്ചത് വഴിയാണ് നമ്മൾ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇവിടെ ഉള്ളതാണിത്. അതുകൊണ്ടല്ല അവനുണ്ടാക്കിയതിന് ഉത്തരവില്ല. അതുകൊണ്ടാണ് അപ്പൊ അത് ഉള്ളതാണെന്ന് സമ്മതിച്ചുകൊണ്ട് വേണം ഇതിനെ ഉണ്ടാക്കിയതെന്ന് പറയേണ്ടത്. ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ. കോമഡിയാണല്ലോ പരിപാടി. ഇതൊരിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രൂപമാറ്റം വരുത്തുന്നതിനകത്ത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ സ്വാഭാവികമായി ചെയ്യുന്നത് അതിനെ അനുകൂലമായി, ചുറ്റുപാടിനെ അതിനെ അനുകൂലമാക്കുന്ന പ്രവൃത്തി ചെയ്യും. എല്ലാ ജീവൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ അനുകൂലമാക്കുന്നതാണ് അതിൻ്റെ പണി. അടുത്തതെന്ന് പറഞ്ഞാൽ അനുകൂലമാക്കാൻ കഴിയാത്തിടത്തോട്ട് അതിനെ ഇണങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് ജീവൻ ചെയ്യുന്നത്. Peace, love, unity, respect.